തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകി തുടങ്ങും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്, അതൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട നൽകി തുടങ്ങും. അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ, വളരെ മുമ്പ് തന്നെ 29 കൗൺസിൽ യോഗം പ്രിപ്പയർ ആയല്ലോ, അജണ്ട പ്രിപ്പയർ ആയി കഴിഞ്ഞത്. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്, അവർ 3 പേരുണ്ട്, അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പം 2 ഉണ്ട്. കോടതി ഉത്തരവിൽ അതില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി, മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ഈശ്വരന്മാരുടെയും പേരിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇറങ്ങി, സെലക്റ്റീവായിട്ട് സംരക്ഷിക്കാൻ ഇറങ്ങരുത്. നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിച്ചു നോക്കണം. ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു പേരും, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണ് ഈ വിധി 101 പേർക്കും. ഈ കേസിൽപ്പെട്ടവരല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യണമോ? ഉണ്ട്, ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഉണ്ട്, രേഖകളോട് പരിശോധിച്ചിട്ട് പറയാം. ഞാൻ പിന്നെ മേയർ എന്നുള്ള എനിക്ക് പിറ്റേ ദിവസം മുതൽ ഇപ്പം ഇവിടെ കളക്ടറും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം മുതൽ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തെന്ന് പരിശോധിച്ച് നടക്കേണ്ടത് എൻ്റെ ജോലിയുമല്ല. അത്